കണ്ണൂരിൽ മരിച്ച ADM നവീൻ ബാബുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞു. കേരളത്തിലുണ്ടായ പെട്രോൾ പമ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥനെ പ്രതിസ്ഥാനത്ത് നിർത്തി നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് ആ റിപ്പോർട്ടുകൾ, ആ പരാതികൾ സംസ്ഥാന സർക്കാരിന് കൈമാറി എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, അവിടെ ഉള്ള പ്രശ്നം ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ആ ഉദ്യോഗസ്ഥൻ്റെ പേരോ തസ്തികയോ സുരേഷ് ഗോപി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അന്തരിച്ച നവീൻ ബാബു, ADM നവീൻ ബാബു ആണോ ആ ഉദ്യോഗസ്ഥൻ എന്ന സംശയം പൊതുജന മധ്യത്തിൽ സൃഷ്ടിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ഇനി സംഭവം എങ്ങനെയാണെന്ന് ഞാൻ വിവരിക്കാം. കേരളത്തിൽ നിന്നുള്ള MP ശ്രീ അടൂർ പ്രകാശാണ് ചോദിച്ചത്. കേരളത്തിൽ പെട്രോൾ പമ്പ് വിവാദം നടക്കുകയാണല്ലോ, ഒരു ADM തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായല്ലോ, ഭരണമുന്നണിയായ CPM നേതാക്കൾ അതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ആ സാഹചര്യത്തിലാണ് ചോദ്യം വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം പെട്രോളിയം വകുപ്പ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ കേരളത്തിൽ നവീൻ ബാബു മരിച്ചതുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണത്തിനും കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ്, അതായത് പെട്രോളിയം സഹമന്ത്രിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ചോദ്യത്തിന് മറുപടി പറയുക എന്നത്. അദ്ദേഹം പറഞ്ഞു, പെട്രോൾ പമ്പിന് ലൈസൻസ് നൽകുന്നത്, അതുപോലെ തന്നെ അത് റദ്ദാക്കുന്നതൊക്കെ പൊതുമേഖലാ പെട്രോളിയം കമ്പനികളുടെ ജോലിയാണ്, സർക്കാരല്ല അത് ചെയ്യുന്നത്, അതാത് കമ്പനികളാണ് ചെയ്യുന്നത്. 2, പെട്രോൾ പമ്പിന് വിവാദം NOC നൽകിയതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം NOC നൽകിയതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചു. കേന്ദ്ര സർക്കാരിന് നിരവധി പരാതികൾ ലഭിച്ചു. പെട്രോൾ പമ്പിന് എവിടത്തെ ശ്രീകണ്ഠാപുരം ചേരാൻമൂലയിൽ ജില്ലാ ഭരണകൂടം NOC നൽകിയ പമ്പിനെതിരെ, ശ്രീകണ്ഠാപുരം ചേരാൻമൂല എന്ന് പറയുമ്പോൾ ADM നവീൻ ബാബുവിൻ്റെ അധികാര പരിധിയിലുണ്ടായിരുന്ന സ്ഥലമാണ്. ആ പമ്പിന് അനുമതി നൽകിയതിനെതിരെ, NOC നൽകിയതിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ്. എന്നാൽ സുരേഷ് ഗോപി പറയണ്ടേ, കേന്ദ്രമന്ത്രി പറയണ്ടേ ഏത് ഉദ്യോഗസ്ഥനെതിരെയാണെന്ന്, അല്ലെങ്കിൽ ഏത് തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെതിരെയാണെന്ന്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അതുകൊണ്ട് അത് സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി രേഖാമൂലം നൽകിയ മറുപടി. ആർക്ക്? അടൂർ പ്രകാശിന്. ഈ മറുപടിയാണ് കേരളത്തിൽ ഇങ്ങനെ നവീൻ ബാബുവിനെ സുരേഷ് ഗോപി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആക്രമിച്ചു എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കാൻ കാരണമായത്. സുരേഷ് ഗോപിക്ക് ആ മറുപടിയിൽ വ്യക്തമായി പറയാമായിരുന്നു, താങ്കൾ ആ പരാതിയൊക്കെ പഠിച്ച വ്യക്തിയായിരിക്കുമല്ലോ കേന്ദ്രമന്ത്രി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫെങ്കിലും പഠിച്ചിട്ടുണ്ടാകുമല്ലോ, സ്വാഭാവികമായും അത് കൃത്യമായി പറയണമായിരുന്നു. ഇന്ന വ്യക്തിയാണ്, ഇന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചുവെന്ന്. ഇത് CPM, അതായത് നവീൻ ബാബുവിനെതിരെ കടുത്ത വിമർശനവുമായി നിൽക്കുന്ന കണ്ണൂർ CPM ലോബിക്ക് അടിക്കാൻ ഒരു വടി കൂടി നൽകുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മറുപടിയായി പോയി സുരേഷ് ഗോപി പറഞ്ഞത്. അതുപോലെ തന്നെ അന്തരിച്ച നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ചെയ്ത കൊടും ചതിയും.